ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിലുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പരാതി വ്യാജമാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. അതേസമയം രഞ്ജിത്തിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇന്ന് രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയും അതുപോലെ തന്നെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എറണാകുളം സബ് ജയിലിൽ നിലവിൽ തുടരുകയാണ് രഞ്ജിത്ത് റിമാൻഡിൽ. ഏതായാലും ഇന്ന് ഒരു കസ്റ്റഡി അപേക്ഷയും അതുപോലെ തന്നെ ജാമ്യാപേക്ഷയും എറണാകുളം CJM കോടതി പരിഗണിക്കുകയാണ്. പ്രധാനമായും ജാമ്യാപേക്ഷയിൽ രഞ്ജിത്തിന്റെ വാദമെന്ന് പറയുന്നത് ഈ പരാതി വ്യാജമാണ്, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഈ സംഭവം നടന്ന് 2 മാസത്തിന് ശേഷം മാത്രമാണ് ഈ പരാതിക്കാരി പരാതി നൽകിയത്. അത് ഈ ആഭ്യന്തര പരാതി പരിഹാര സമിതിയുണ്ട്, അതിൽ പരാതി നൽകിയില്ല. അത് അങ്ങനെ നൽകാതെയാണ് പോലീസിൽ പരാതി നൽകിയത്. മാത്രമല്ല, തനിക്ക് ജാമ്യം അനുവദിക്കണം, തനിക്ക് ഇത്തരത്തിൽ ഈ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വാദവും കൂടി ഈ രഞ്ജിത്ത് ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ സംഘവും ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വേണം എന്നൊരു ആവശ്യവും കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ഈ കാരവാൻ നേരത്തെ കണ്ടെത്തിയിരുന്നു, അതിലെ ദൃശ്യങ്ങളൊന്നും നിലവിൽ കിട്ടിയിട്ടില്ല. കാരണം ആ കാരവാനിനുള്ളിൽ CCTV ക്യാമറകളില്ല, പുറത്ത് മാത്രമാണ് ക്യാമറകൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കസ്റ്റഡിയിൽ വാങ്ങിയാൽ രഞ്ജിത്തിനെ ഈ കാരവാനിൽ എത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തേണ്ട ഒരു സാഹചര്യവും കൂടി ഉണ്ട്. മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകളടക്കം ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം ജാമ്യം വേണം എന്ന നിലപാടിലാണ് രഞ്ജിത്ത് ഉള്ളത്. ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് പോലീസ് നടത്തുന്നത്. നേരത്തെ ഈ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഈ രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച നടനായ ബോബി കുര്യൻ, അതുപോലെ തന്നെ ആ സെറ്റിലുണ്ടായിരുന്ന സഹസംവിധായക ശാലിനി എന്നിവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. അത്തരത്തിൽ കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കുന്നത് അടക്കമുള്ള നീക്കങ്ങൾ പോലീസ് തുടരുകയാണ്. അതിനിടയിലാണ് ഇന്ന് ജാമ്യാപേക്ഷ കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. ശരി, എന്തായാലും ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിലുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പരാതി വ്യാജമാണെന്നും പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. അതേസമയം രഞ്ജിത്തിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതും കോടതി ഇന്ന് പരിഗണിക്കും. ആന്റണി ജിസ്റ്റോറിയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയുടെ A-10 യുദ്ധവിമാനം വീഴ്ത്തിയെന്ന അവകാശവാദവുമായി ഇറാൻ. 24 മണിക്കൂറിനിടെ ഇറാന്റെ 5 പോർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വീഴ്ത്തിയെന്ന ഇറാൻ മാധ്യമങ്ങളുടെയും അവകാശവാദം. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയതായാണ് റിപ്പോർട്ടുകൾ. ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയതായാണ് വിവരം. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. അബുദാബിയിൽ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, അയവില്ലാതെ തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അബുദാബിയിലേക്ക് ഈ ഒരു ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അതിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധം 40 ദിവസത്തിന് മുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ പുതിയ അവകാശവാദങ്ങളുമായിട്ടാണ് ഇറാൻ വന്നിരിക്കുന്നത്. അതായത് US സൈനികരുടെ അല്ലെങ്കിൽ US സൈനിക വിമാനങ്ങൾ തകർത്തു എന്നുള്ളൊരു അവകാശവാദവുമായി ആണ് ഇപ്പോൾ ഇറാൻ വന്നിരിക്കുന്നത്. F-15E അതുപോലെ തന്നെ A-10 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ US ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എന്നാൽ ഇറാൻ ഇത്തരത്തിൽ 2 വിമാനങ്ങൾ തകർത്തു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 5 പോർ വിമാനങ്ങൾ തകർത്തതായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 24 മണിക്കൂറിനിടെ 5 പോർ വിമാനങ്ങൾ തകർത്തു എന്നുള്ളൊരു കാര്യമാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും A-10 അതുപോലെ തന്നെ F-15E എന്നുള്ള വിമാനം തകർത്തു എന്നാണ് ഈ ഒരു ഇറാൻ ഉന്നയിക്കുന്ന അവകാശവാദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു F-15 വിമാനത്തിലുള്ള പൈലറ്റുമാരിൽ ഒരു പൈലറ്റിനെ രക്ഷിച്ചു. സഹ പൈലറ്റിനായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. അതുപോലെ തന്നെ A-10 വിമാനത്തിലെയും 2 പേരിൽ ഒരാളെ രക്ഷിച്ചു, എന്നാൽ മറ്റൊരാൾക്കായി തെരച്ചിൽ തുടരുകയാണ് നിലവിൽ. ഈ ഒരു സാധാരണഗതിയിൽ ഈ ഒരു US സൈനിക വിമാനങ്ങൾ തകർക്കുമ്പോൾ അത് ഇറാൻ പരിധിക്ക് പുറത്താണ് വീഴുന്നത്.
പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ 2 വിമാനങ്ങളും വീഴുന്നത് ഈ ഒരു ഇറാന്റെ പരിധിക്കുള്ളിൽ തന്നെയാണ്. ഇറാന്റെ പ്രവിശ്യയിൽ തന്നെ, അതായത് കോഹ്ലിയ ബോയർ അഹമ്മദ് പ്രവിശ്യയിലും അതുപോലെ തന്നെ ഗൾഫ് ഗൾഫിലുമാണ് ഈ ഒരു 2 വിമാനങ്ങളും തകർന്നു വീണിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പൈലറ്റുകാർക്കായി US തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പൈലറ്റുമാരെ കണ്ടുപിടിക്കുന്നവർക്ക് പാരിതോഷികം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു 2 സൈനികർക്കായി ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. മാത്രമല്ല ഈ ഒരു F-15 വിമാനത്തിൽ കാണാതായ ഒരു പൈലറ്റിന് വേണ്ടി തെരച്ചിൽ നടത്തുന്നതിനിടെ 2 വിമാനങ്ങൾ ആ ഒരു തെരച്ചിൽ രക്ഷാപ്രവർത്തനത്തിനായി വന്ന 2 വിമാനങ്ങളും കൂടെ തകർത്തതായാണ് ഇറാൻ പറയുന്നത്. 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ഇറാൻ സൈന്യം വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു 5 പോർ വിമാനങ്ങൾ 24 മണിക്കൂറിനിടെ വെടിവെച്ച് ഇട്ടതായുള്ള ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ശക്തമായ തിരിച്ചടിയാണ് ഈ ഒരു അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്നത്. ഇറാനിലെ ഒരു വലിയൊരു പാലം തന്നെ അമേരിക്ക തകർത്തിരുന്നു. അതിനുശേഷം വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ ഗൾഫിലെ മറ്റ് പാലങ്ങളടക്കം ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിലെ മറ്റ് പാലങ്ങളടക്കം ഉന്നമിട്ടായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടി എന്ന് പറയുന്നുണ്ടായിരുന്നത്. കുറച്ച് പാലങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അടക്കം പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഈ ഒരു വിമാനങ്ങൾ തകർത്തു എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. അതുപോലെ തന്നെ അബുദാബിയിലും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഇന്ത്യക്കാർക്കടക്കം 12 പേർക്ക് പരിക്കേറ്റതായാണ് ഈ ഒരു അബുദാബിയിലെ ആക്രമണത്തിൽ പരിക്കേറ്റതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മിസൈൽ അവശിഷ്ടം പതിക്കുകയായിരുന്നു. ഈ ഒരു ഗൾഫ് മേഖലയിൽ മിക്ക സമയങ്ങളിലും ആക്രമണം അല്ലെങ്കിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഈ ഒരു മിസൈൽ അവശിഷ്ടം പതിച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തത്. ഈ പരിക്കേറ്റ 7 നേപ്പാൾ സ്വദേശികൾക്കാണ് പരിക്കേറ്റത് എന്നുള്ളൊരു കാര്യം. അതുപോലെ അതിലൊരാളുടെ നില ഗുരുതരവുമാണ്. മാത്രമല്ല ഈ ഒരു UAE-യിൽ വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ആകെ പരിക്കേറ്റവരുടെ എണ്ണം 203 ആയി എന്നുള്ളൊരു വിവരം കൂടെ UAE പുറത്തു വിട്ടിട്ടുണ്ട്. കുവൈറ്റിലും ഈ ഒരു റിഫൈനറിയിലും ജലശുദ്ധീകരണ പ്ലാന്റും ആക്രമിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമാബാദിലായിരുന്നു ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വ്യക്തമാണ്. ഏതായാലും അബുദാബിയിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അബുദാബിയിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.